ഹലോ ഗൈസ്. അപ്പം ഇന്ന് ഞങ്ങൾ ഹോസ്റ്റലിൽ വെറുതെ ബോറടിച്ചിരുന്നപ്പം ഒരു ചലഞ്ച് വീഡിയോ എടുക്കാന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ എത്രമാത്രം നന്ദേനെ നമ്മൾ അറിയുന്നെന്ന് ടെസ്റ്റ് ചെയ്യാണ് നന്ദ. ഞാൻ ഇവരോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഇവർക്ക് അറിയില്ല എന്നോട് ചോദിക്കാൻ പോകണമെന്നൊന്നും. പക്ഷെ നമ്മളെന്താ നന്നൊട്ട് ഞാൻ ഇവർക്കറിയാം. നോക്കാം. അപ്പോൾ നമുക്ക് തുടങ്ങാം. ചോദിക്കട്ടെ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഏതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കാൻ പോണേ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എല്ലാവർക്കും അറിയാം. ഞാൻ പോകാൻ എനിക്കിഷ്ടമുള്ളൊരു പ്ലേസ് മീൻസ് എന്നുവെച്ചാൽ കേരളത്തിലുള്ള പ്ലേസ് അല്ലേ ഏട്ടാ ഉദ്ദേശിച്ചത്? വേറെ കൃഷ്ണറിയാ എഴുതിയാ? ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. പറയട്ടെ എന്താ പറയട്ടെ? ഇറ്റലി. ഞാൻ ന്യൂസിലാൻഡ് പറഞ്ഞിട്ടില്ല. എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. ഇറ്റലിയോ ഇംഗ്ലണ്ട്? ഞാൻ ന്യൂസിലൻഡ് പറഞ്ഞിട്ടേ ഇല്ല. എനിക്ക് ഓർമ്മയില്ല, എന്നോട് പറഞ്ഞിട്ടില്ല ഇഷ്ടമുള്ള സ്ഥലം. അല്ലടി അവൾക്ക് കോൺഫിഡൻസ് എഴുതിയപ്പോൾ ഞാൻ വിളിച്ചൊക്കെ അറിയുന്നത്. എന്നോട് ഇറ്റലി ഞാൻ എപ്പോഴും പറയുന്നത് സാർ. അടുത്ത ക്വസ്റ്റ്യൻ. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഫ്രൂട്ട് ഏതാ? ഫ്രൂട്ട് സിമ്പിളാണ്, സിമ്പിൾ ക്വസ്റ്റ്യൻ. അറിയാം, ആർക്കറിയാം? എന്താ എഴുതിയ? നീ പറ, നീ കാണിക്കുന്നു. എന്താ എഴുതിയത്? ഞാൻ പൈനാപ്പിളാണ് എഴുതിയത്. ഇവർക്കറിയാം. എനിക്ക് രണ്ട്. അടുത്ത വിഷ്ണു തോന്നുന്നു. സാരമില്ല, വിഷ്ണു ഇനി നമുക്ക് അടുത്ത് പിടിക്കാം. ഞാനില്ലേ ഞാനുണ്ട്. ഞാൻ കേരളത്തിലൊരു ഡിസ്ട്രിക്റ്റ് അല്ല, ഞാൻ പോയിട്ടുണ്ട്. ഇനി പോകാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ പോയിട്ടുള്ള ജില്ലയാണ്. ഞാൻ അതിനെപ്പറ്റി കുറേ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പോയിട്ടുണ്ട്. അറിയുക ഏത് ഒരു 2 ജില്ലകൾ മനസ്സിലോട്ട് 2 സ്ഥലങ്ങൾ കറക്റ്റാണ്. സ്ഥലമല്ല, ജില്ലയുടെ പേര് എഴുതിയാൽ മതി. സ്ഥലം കറക്റ്റാണ്. ഇടുക്കി. വയനാട് ഞാൻ പോയിട്ടില്ല. വയനാട്, ഇടുക്കി, ഇടുക്കി. ഞാൻ ഇടുക്കിയാണ്. ഇടുക്കിയിലൊരു പ്രത്യേക അറ്റാച്ച്മെന്റ് ഉണ്ട്. പിന്നെ ഇടുക്കിയിലെ കഥ പറഞ്ഞ് വിറപ്പിക്കാറുണ്ട്. അടുത്തതിൽ ഇഷ്ടം സ്കോർ ചെയ്യും. അടുത്തത് ഡ്രസ് കോമ്പിനേഷൻ. എനിക്ക് കൂടുതൽ ഞാൻ ഏത് ഡ്രസ്സായിരിക്കും ചൂസ് ചെയ്യുന്നത്? ഇപ്പോൾ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഡ്രസ്സ് മീൻസ് എന്താ? ടോപ്പാണോ, ജീൻസ് ടോപ്പാണോ, ക്രോപ്പ് ടോപ്പ്, അങ്ങനെ എഴുതുപോട്ടെ. എന്തെങ്കിലുമൊക്കെ എടുക്കും. ഞാൻ ഏറ്റവും കൂടുതൽ ഇടാറുള്ള ഡ്രസ്സ് അല്ല, എനിക്കിപ്പോൾ ഈ ഇടയ്ക്കായിട്ട് എനിക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് നമ്മൾ പറയുന്ന ഡ്രസ്സ് എപ്പോഴും എഴുതിയാ? എന്തെന്ന് എഴുതിയതാ? തയ്ക്കുന്ന ഡ്രസ്സ് ശരിയാണ്, കറക്റ്റാണ്. ഞാൻ വെച്ച് ജീൻസ് ടോപ്പ്. ഞാൻ ആദ്യം ജീൻസ് ടോപ്പ് എഴുതി എന്നിട്ട് വെട്ടിയിട്ട് ഇപ്പോഴെന്നുള്ളത് ഇപ്പം കുറച്ച് നാളായിട്ട് ആരൊക്കെ കണ്ടപ്പോഴത്തേക്ക് അതെങ്ങനെ വേണം ഇൻസ്പയർഡ്. അതുകൊണ്ട് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫുഡ് ഇഷ്ടമാണ്. ഫുഡാണ്. എല്ലാ ഫുഡും ഇഷ്ടമാണ്. അതല്ല എന്നാലും കൂടുതൽ കഴിക്കാൻ ഇഷ്ടം ഫുഡ്. അത് ഞാൻ എപ്പോഴും പറയും എനിക്ക് ഇഷ്ടമുള്ള ഫുഡ് ഇതാണ്. കുറേ എണ്ണത്തിൻ്റെ പേര് പറയാറുണ്ട്. എല്ലാം പറയാറില്ല. ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. സ്പെസിഫൈ ചെയ്ത് അറിയാം. നിങ്ങൾക്കറിയാം. ഇതെനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഫുഡ് ചോദിച്ചാൽ എന്താ പറയാം? എപ്പോഴും കഴിക്കുന്നതല്ല, അതല്ല. ഓക്കെ. ഞാൻ
കപ്പിൾ മീറ്റർ. അല്ല, എനിക്ക് ബിരിയാണി ഏറ്റവും ഇഷ്ടമുള്ള ഫുഡ്. എന്നാലും ബിരിയാണിയുടെ അടുത്തെത്തി മന്തി. ബിരിയാണി ഇഷ്ടം. എനിക്ക് ബിരിയാണി ഇഷ്ടമാണ്. അങ്ങനെ കഴിക്കുന്നില്ലല്ലോ. ബിരിയാണി അല്ലേ നമ്മളെപ്പോഴും വാങ്ങുന്ന മന്തിയാണ്, പക്ഷെ എനിക്ക് ഇഷ്ടമുള്ള ഫുഡ് ബിരിയാണി. അതുകൊണ്ട് ഞാൻ മന്തി. അതുണ്ടായിപ്പാണ്. മന്തി പിന്നെ കുഴപ്പമില്ല. മന്തി ഞാൻ എഴുതി വെട്ടിയതാ. നീ ഇതിൻ്റെ എല്ലാം എഴുതിയിട്ട് വെട്ടാൻ പോകുന്നത്? ഇനി അടുത്തത് എഴുതിയിട്ട് വെട്ടരുത്. ഇനി അടുത്ത ദിവസത്തിന് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഐസ്ക്രീം ഫ്ലേവർ എന്തറിയാം? ഇതെന്തിങ്ങനെ ഇരിക്കുന്നത്? അറിയാം, ഐസ്ക്രീം. എൻ്റെ അതേ ഫ്ലേവറാണ്. കള്ളം പറയരുത്. എഴുതിക്കോ, എനിക്കറിയത്തില്ല. കൊള്ളാം. എഴുതിയാ? എന്താ എഴുതി? ഇഷ്ടം എന്താ എഴുതിയ? ബട്ടർ സ്കോച്ച്. ചോക്ലേറ്റ്. എനിക്ക് ചോക്ലേറ്റ് ആണ് ഇഷ്ടം. ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടില്ലേ ചോക്ലേറ്റ് ഇഷ്ടം? നമുക്ക് അറിയത്തതേ ഇല്ല. പണിഷ്മെന്റ് വെക്കാനാണ്. പച്ചമുളക് മെസ്സിൽ പോയി പച്ചമുളക് എടുക്കാന്ന് വിചാരിച്ചേ, പിന്നെ ഇന്നലെ ഒരു ഉള്ളി ചോദിച്ചത് കൊണ്ട് ഇന്ന് പച്ചമുളക് ചോദിച്ചാൽ അതിന് ഇറക്കി വിടും. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് നോക്കട്ടെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കട്ടെ. അടുത്ത ക്വസ്റ്റ്യൻ എനിക്ക് അറിയാം. നിങ്ങൾ ഈയിടയ്ക്ക് കേട്ടുകൊണ്ടിരിക്കുന്നത് എന്നെ കൊണ്ടും അടുത്ത ക്വസ്റ്റ്യൻ ആണ്. ലേറ്റസ്റ്റ് ആയിട്ട് എനിക്ക് ഇഷ്ടമുള്ള ഒരു സോങ്. അയ്യോ, ഒരു ഓർമ്മയില്ല. ഞാൻ പറയണ്ടേ? എഴുതിയാൽ മതി. എനിക്ക് ആലോചിക്കുന്ന സമയം എഴുത്. ആലോചിച്ചോ? അയ്യോ, 10,000 വട്ടം മുമ്പിൽ കേട്ടോണ്ടിരുന്നത് ഞങ്ങൾ വെറുപ്പിച്ച്. എനിക്ക് വലിയ ഓർമ്മയില്ല. നീ മിണ്ടായിരുന്നു. ഞാൻ ആലോചിക്കും. വരി ഓർമ്മയില്ല. എവിടെയില്ല, ഏതെങ്കിലും ഒരു ലൈനോട്ട് പറഞ്ഞു. ഞാൻ 100 വട്ടം ഇരിക്കുന്നതാണോ? മറ്റേത് നെഞ്ചത്തിന്റെ കൊച്ചും ഞാനാണ് ഇപ്പം ആ ട്രെൻഡല്ലേ, അറിയില്ലല്ലേ ഫുള്ള്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ ഒരു ഇൻസിഡൻ്റ് ആണ്. എൻ്റെ മുഖത്ത് സ്റ്റിച്ച് ഉണ്ടല്ലോ, ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ കഥ. അത് ആ ഒരു കഥ നിങ്ങൾ എഴുതിക്കും. കഥ ചെറുതായിട്ട്, കഥ ഫുള്ളായിട്ട് വേണ്ട. അതെങ്ങനെ ഉണ്ടായ സ്റ്റിച്ചാണ്, എവിടെ, ആര് കാരണം ഉണ്ടായ, അത് വീട്ടിൽ നിൽക്കുക കഥ. കള്ളം പറയുന്നത് അറിയാം. എടി ഞാൻ പറഞ്ഞിട്ടുണ്ട്, എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട്, നിന്നോട് ഞാൻ പറഞ്ഞു. എനിക്കറിയില്ല. നോക്കാം. എനിക്കറിയില്ല. അറിയാം പക്ഷെ ആ ഒരു ചെറുതായിട്ട് ലൈൻ എഴുതണം. പേരെഴുതി പോലെ പേരെഴുതി ആ സംഭവം ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇത് ചെയ്തപ്പോഴാണ് ഇങ്ങനെയാണ് അതുണ്ടായതെന്ന്. അതെനിക്ക് ഓർമ്മയില്ല. നിനക്കറിയത്തില്ലേ? ഞാൻ പറയാം. പ്രശ്നം അപ്പു കാരണം ഉണ്ടായത്. അപ്പൂന്ന് ഞാൻ എഴുതിയിട്ടുണ്ട്. പിന്നെ നിനക്ക് ഇങ്ങനെ അറിയാതെ ഞാൻ പറഞ്ഞിട്ടില്ലേ അപ്പു പണ്ട് കളിച്ചോണ്ടിരുന്നപ്പോ എന്നെ തെല്ലിട്ടതാണെന്ന്. വീണതാണ് ഞാൻ വിചാരിച്ചു. അപ്പു തള്ളിയിട്ട് ഞാൻ 100 വട്ടം പറഞ്ഞിട്ടുണ്ട് ഈ കഥ. നിനക്ക് അറിയത്തേ ഇല്ല. 9ാമത്തെ ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ. 2 ക്വസ്റ്റ്യനും കൂടെ അല്ല, ഞാൻ തീരുമാനിച്ചോളാം. അത് എനിക്ക് ഇഷ്ടപ്പെട്ട ബൈക്ക്. നമുക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയത്തില്ല. എന്നോട് ഇതൊന്നും പറഞ്ഞിട്ടില്ല. പറയും, നമ്മളിങ്ങനെ എഞ്ചിനീയറിംഗ് കോളേജിൽ ഇതിൻ്റെ വരുമ്പോഴത്തേനും കുറേ ബൈക്ക് കണ്ടല്ലോ. അതിലേറ്റവും ഇഷ്ടപ്പെട്ട ബൈക്ക് എല്ലാം അറിയില്ല. ശരിയാ? പറ. ഹിമാലയൻ. അവിടെ ഒരു ചേട്ടനുണ്ട്. ഗൈസ്, ഇനി കഴിഞ്ഞില്ല. ലാസ്റ്റാണ്. 90 ക്വസ്റ്റ്യൻ ആണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. എന്ത് ചോദിക്കാൻ കിട്ടുന്നില്ല. ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ട് ഒരെണ്ണം കൂടി ചോദിക്കാം. 10 ആവട്ടെ, നല്ലൊരു ഫിനിഷിങ് ചോദിക്കാം. എന്താ ലാസ്റ്റ് ചോദിക്കാം?
ഞാനിപ്പോൾ ഈയിടെയായിട്ട് എനിക്ക് ചെയ്യാൻ ആഗ്രഹമുള്ളൊരു സംഭവം. ഞാൻ കുറേ നാളായിട്ട്, നിങ്ങൾക്കറിയാം, നിങ്ങൾ എന്നോട് അത് ചെയ്യുമെന്ന് പറയുന്ന ഒരു സംഭവമാണ്. പക്ഷെ ഞാൻ സംഭവം ഇതുക്കോ എന്ത് മനസ്സിലായില്ല? മനസ്സിലായില്ലേ? പറഞ്ഞിരുന്നു എടി, ഞാൻ കുറേ നാളായിട്ട് എനിക്ക് ഭയങ്കര ആഗ്രഹം സംഭവം അത് ചെയ്യണം. പക്ഷെ കുറേ എന്തൊക്കെയോ ഇപ്പൊ നടന്നോ? നടന്നില്ല. ചെയ്യാൻ വേണ്ടി ഇരിക്കുന്ന സംഭവം നിങ്ങളുടെ അടുത്ത് ചെയ്യുന്നുണ്ടേ ചെയ്യുമെന്ന് പറയുന്ന കാര്യം ഒരൊറ്റ കുത്തിച്ച് തുടങ്ങില്ല. സത്യം പറഞ്ഞിട്ടുണ്ട്. എനിക്കിഷ്ടമാണ്. നമ്മൾ വിഷ്ണു നിനക്ക് കൂടുതലറിയാം, നീ ചിന്തിക്കുന്നില്ല. ചിന്തിക്കുന്നുണ്ട്. എനിക്ക് ചെയ്യാൻ ഇഷ്ടമുള്ള ഒരു സംഭവം. പക്ഷെ ഞാൻ ചെയ്യാൻ പോയി, ചെയ്തില്ല. പക്ഷെ ഇനി ചെയ്യും. മനസ്സിലായോ? ഇവിടെ മബുവാണ്. മബു ഇഷ്ടം. വിഷ്ണുവിന്റെ ടൈം അറിയാം. വിഷ്ണു നിനക്കറിയാം, നിനക്ക് കൂടുതലറിയാം. നിന്നോടാണ് കൂടുതൽ ഞാനത് പറയുന്നത്. മിണ്ടായിരിക്കാം. അറിയാം വിഷ്ണുവിനെ കൊടുക്കാതിരുന്നത് അല്ലെങ്കിൽ ഒരു ലാസ്റ്റ് ടൈം ആയിപ്പോ ഞാൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു സംഭവം. നിനക്കും ഇഷ്ടമാണ് അത് ചെയ്യാൻ വേണ്ടിയിട്ട്. എല്ലാവർക്കും ഇഷ്ടം. എന്താ ഇത്? വ്ലോഗ് അല്ല, മൂക്കൂത്താൻ. കണ്ട, എനിക്ക് 10-ലോ 9 പോയി. 9 കപ്പയും മീൻകറി മാത്രമേ തെറ്റുള്ളൂ. 2 അപ്പൂന്ന് എഴുതിയോളൂ. സംഭവം എഴുതിയില്ല. അപ്പൂന്ന് ഇവിടെ പറഞ്ഞത് അപ്പൂന്ന് എഴുതിയാൽ മതി. അപ്പൊ എനിക്ക് 10-ൽ 9 പോയില്ലേ? വിഷ്ണുവിന് എത്ര? 4. അപ്പൊ ഞാനാണ് ഒന്നും അറിയില്ല, മനസ്സിലാക്കിയത്. സത്യം. പക്ഷെ ഞാൻ വിചാരിച്ചത് ഇവൾക്കായിരിക്കും. ഞാൻ ഇതൊക്കെ കൂടുതൽ ഇവളടുത്ത് ഇപ്പോഴും ഞാൻ പറയുന്നതാ. ഇവളാണെങ്കിൽ പിന്നെ ഫോണില്ല. ഞാൻ ഇവളടുത്ത് കൂടുതൽ ഇതൊക്കെ സംസാരിക്കുന്നത്. ഫോണിലാണെങ്കിൽ എന്താ ഗൈസ്, എല്ലാം ശ്രദ്ധിക്കും. അപ്പം എന്താണ്, അപ്പം ഇത്ര ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഞാൻ ചെറുതേറി ബോറടിച്ചിരുന്നപ്പോൾ എടുത്ത വീഡിയോ ആണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം. ബൈ ബൈ. അപ്പം ഇത്ര ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ബൈ.